ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നശിച്ചു പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല നശിക്കണേ, കുടുംബം നശിക്കണേ. നമ്മൾ ആലോചിക്കുക, നമ്മളെ വീട്ടിൽ ഒരാൾക്കൊരു മാരക രോഗം വന്നു, ആള് മാത്രമാണ് അനുഭവിക്കുന്നത്? അല്ല, സാമ്പത്തിക പ്രയാസം ഉണ്ടാവും, ഇമോഷണൽ ആയിട്ടൊരു പ്രയാസം ഉണ്ടാവും, ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിനേക്കാൾ 100 മടങ്ങാണ് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ലഹരിക്ക് അടിമപ്പെട്ടാണ് ഉണ്ടാവണത്. ഒന്ന്, ഇപ്പോൾ ജോലിക്ക് പോയിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി ആ കുടുംബത്തിന് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് തുടങ്ങി. 2, ഇയാൾ ഉണ്ടാക്കുന്ന ആക്രമണ സ്വഭാവങ്ങൾ. 3, സൊസൈറ്റിൻ്റെ അടിയിൽ നിന്ന് ആ കുടുംബത്തിന് ലഭിക്കുന്ന ഒരു പുച്ഛ അപമാനമൊക്കെ ഉണ്ട്. അത് നമുക്ക് താങ്ങാൻ പറ്റൂല. ലഹരിക്കാരൻ്റെ മകനാണെന്ന് അറിയപ്പെടാൻ ആർക്കും ഇഷ്ടമുള്ളത്? ലഹരിക്കാരൻ്റെ വാപ്പയാണ്, ഉമ്മയാണ്, വൈഫാണെന്ന് അറിയപ്പെടാൻ ആർക്കും ഇഷ്ടം? ആർക്കും ഇഷ്ടമല്ല. അങ്ങനെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നഷ്ടമാണ്. ഈ കുടുംബങ്ങൾ ചേരുന്ന തന്നെയാണ് ഈ സമൂഹം എന്ന് പറഞ്ഞാൽ. ഈ കുടുംബത്തിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ് ഈ സമൂഹത്തിൽ പ്രതിഫലിക്കുക. ഒരു കുടുംബം നശിച്ചു, 2 കുടുംബം നശിച്ചു, 200 കുടുംബം നശിച്ചു, 2000 കുടുംബം നശിച്ചു. ആ 2000 കുടുംബത്തിന് ചുറ്റുപാട് തന്നെയാണ് ഞാൻ ഉള്ളത്. നാളെ എൻ്റെ വീട്ടിലേക്ക് ഇത് വരില്ല എന്നുള്ള സമാധാനത്തിലാണ് ശരിക്കും പലരും ജീവിക്കണത്. ഇപ്പോഴും നമ്മൾ ആലോചിക്കുക, ഞാൻ ഈ സമൂഹത്തിലാണ് ജീവിക്കണത്, ഈ സമൂഹത്തിലാണ് ഈ ലഹരിക്കാരനുള്ളത്, ലഹരിക്കാരുടെ കൂട്ടുള്ളത്. സ്വാഭാവികമായിട്ടും എന്നിലേക്കും ഇത് വരാം. ഞാൻ വേറൊരു സാധനം ഒന്നല്ലല്ലോ, ഞാൻ ഇവർക്കുള്ള അതേ ചിന്തയും വികാരമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. എന്നിലേക്കും ഇത് വരാതെക്കണമെങ്കിൽ, സമൂഹത്തിൽ നിന്ന് ഇത് പോകണമെങ്കിൽ ഞാൻ മുന്നിട്ടിറങ്ങന്നെ വേണം. മടി പിടിച്ച് ഒളിച്ചോടാൻ റെഡിയായി നിന്നാലും ഒന്നും നടക്കൂല. അത്